കോഴിക്കോട് മഴയ്ക്ക് ശമനം. വെള്ളം കയറിയ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. കണ്ണാടിക്കൽ ഭാഗത്ത് വെള്ളക്കെട്ടിനെ തുടർന്ന് 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. സ്ഥലത്ത് നിന്നും അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മലയോര മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാറോപ്പടി ഭാഗത്താണ്. ഈ ഭാഗത്ത് മുഴുവൻ ഇവിടെ ഒരു റോഡാണ്. ഈ റോഡിന് അപ്പുറത്തേക്ക് എത്താൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. മുട്ടറ്റവും അതുപോലെ കഴുത്തറ്റവും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. നിരവധി കുടുംബങ്ങൾ ആ വീടുകളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുകൂടിയാണ്. ഈ റോഡിന് അപ്പുറത്തേക്ക് കടക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എല്ലാ വർഷവും മഴക്കാലത്ത് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട് എന്നുകൂടിയുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേച്ചി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഈ വലിയ വെള്ളക്കെട്ടാണോ ഇവിടെ? അവിടെ വലിയ വെള്ളക്കെട്ടാ. മഴ പെയ്താൽ വെള്ളം ഫുള്ളാണ്. പോകാൻ ഇത്രത്തോളം വെള്ളം ഉണ്ടാവും. അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് വരാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക്. നിരവധി കുടുംബങ്ങളുണ്ടോ? അങ്ങോട്ടൊക്കെ കുടുംബങ്ങളുണ്ട്. ഇപ്പൊ അവര് അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞുപോയി വെള്ളമായിട്ട്. ആ പീടിന്റെ അപ്പുറമൊക്കെ വെള്ളം കയറിയിട്ട് ഒഴുകി പോയി. വെള്ളം ഒഴുകുന്നതിനെ കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോവുക സാധനങ്ങൾ. അത് ഫാറ്റുണ്ട്. ഫാറ്റിലൊക്കെ വെള്ളം. എല്ലാ വീട്ടിൻ്റെ അടുത്തൂടൊക്കെ വെള്ളം. അമ്പലങ്ങളിലൊക്കെ വെള്ളം ഫുള്ള. അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ആ കാണുന്ന വീടുണ്ടല്ലോ, അവിടെ ആ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടോ? അങ്ങോട്ടേക്ക് ആളുണ്ട്. ആ വീട്ടിലൊക്കെ വെള്ളം. ഇറങ്ങാൻ പറ്റുന്ന വീട്ടിൽ തന്നെ വീട്ടിലിരിക്കുക. ആ കാറൊക്കെ ഉള്ള വീടാണ് അവിടെ. ആ വീട്ടിലൊക്കെ വെള്ളം ഫുള്ള്. മുറ്റത്ത് വെള്ളം. കിടക്കാൻ പറ്റുന്നില്ല. ഈ ഭാഗത്ത് മുഴുവൻ വെള്ളം കയറിയ സ്ഥിതിയാണ്. ഇപ്പോഴും മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും വെള്ളം താഴാത്തൊരു സ്ഥിതി കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ പ്രദേശത്തെ പകുതി ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പലരും വീട്ടിൽ തന്നെ തുടരുകയാണ്. കാരണം വീട്ടിലേക്ക് വലിയ രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. ഈ പ്രദേശത്ത് നിന്ന് മറുഭാഗത്തേക്ക് എത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.